ഡിസൈനിങ്ങിൻ്റെ ലോകത്തിലേക്ക് എന്ന പാഠഭാഗത്തെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കി SERT തയ്യാറാക്കിയ രണ്ടാമത്തെ ചോദ്യ മാതൃക നമുക്കൊന്ന് വിശകലനം ചെയ്യാം. മാതൃകയിലുള്ളതുപോലെ ഒരു ഗ്ലോബിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിയൻ്റായി നിറം നൽകുക. ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലെ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഇതാണ് ചോദ്യം. ഈ പ്രവർത്തനം എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ആദ്യമായി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കണം. അതെങ്ങനെയാണ്? ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ്. ഈ മധ്യഭാഗത്ത് കാണുന്ന ഈ ക്യാൻവാസിനെ നമുക്ക് ഒഴിവാക്കണം. അതിനെന്ത് ചെയ്യാം? ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്. ആ മെനുവിൽ നമ്മൾ ഈ ബോർഡറിൻ്റെ ടിക്ക് മാർക്ക് മാറ്റുമ്പോൾ ഈ ക്യാൻവാസ് ഡിസപ്പിയർ ചെയ്യും. ഇനി നമുക്ക് ഈ വിൻഡോയുടെ ഇടത് ഭാഗത്ത് കാണുന്ന ടൂളുകളിൽ ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സ് ആൻഡ് ആർക്സ് എന്ന ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കാം. നമ്മൾ നിർമ്മിക്കുന്ന ഗ്ലോബിന് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതിനായി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ വൃത്തത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം കളർ പാലറ്റിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ സെലക്ട് ചെയ്യുക. ഈ വൃത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്ക് ബോക്സിലെ റേഡിയൽ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെൻട്രൽ നോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഏറ്റവും പുറമേയുള്ള നോഡിൽ അനുയോജ്യമായ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സെൻട്രൽ നോഡിനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലെ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തണം. land.png ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോമിലെ ഇമേജ് 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും land.png സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇതിനെ നമുക്കിങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്ത് ഡ്രാഗ് ചെയ്ത് ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയ പ്രോഡക്റ്റിനെ സേവ് ചെയ്യണം. അതെങ്ങനെയാണ്? ഫയൽ, സേവ് ആസ്. ഇവിടെ നമ്മളൊരു രജിസ്റ്റർ നമ്പർ ഇടണം. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒരു ഉദാഹരണമായി 5678_SVG. അതിനുശേഷം നമ്മൾ ഹോമിൽ പോയതിന് ശേഷം exam 10 ഇപ്പോൾ നിങ്ങളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. exam 10 സെലക്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ വേണം സേവ് ചെയ്യേണ്ടത്. സേവ് കൊടുത്തു.